നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സന്ധിവാത രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ റുമറ്റോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിശാദ് വിശ്വനാഥ് ഡോക്ടർ ലൈവിൽ അതിഥിയായി എത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. സന്ധിവാത രോഗങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഡോക്ടർ ലൈവ് നമുക്ക് തുടങ്ങാം. നമ്മുടെ രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗത്തെയാണ് പൊതുവേ നമ്മൾ സന്ധികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്ധികൾ, ഈ എല്ലുകൾ കൂടിച്ചേരുന്ന സന്ധികൾക്ക് ചുറ്റും സപ്പോർട്ട് ചെയ്യുന്ന, അതിന് ബലം കൊടുക്കുന്ന ലിഗമെൻറ്റ്സ്, കയർ പോലെ വലിഞ്ഞു കിട്ടുന്ന ലിഗമെൻറ്റ്സ്, അതിന് ബലം കൊടുക്കുന്ന മാംസപേശികൾ, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്നതാണ് ഒരു ജോയിൻറ്റ് കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ അവയവങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളെയാണ് പൊതുവേ സന്ധിവാത രോഗങ്ങളെന്ന് പറയുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? അശോകൻ വടകരൻ. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. സർ, എനിക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് ഈ സന്ധിവാത രോഗമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടതാണ്? എവിടെയാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ? ഹൈപ്പർ പിഗ്മെന്റേഷൻ പിന്നെ ഈ മാറിലും പുറത്തും പിന്നെ ഈ നെറ്റിത്തടത്തിലൊക്കെ ഉണ്ട്. ഒരു കറുപ്പായിട്ട് വരുന്ന ചില സ്ഥലങ്ങളിൽ വെളുത്ത പുള്ളിയായിട്ട് കാണുന്നത്. വെളുത്ത പുള്ളികളായിട്ട് വരുന്ന ചില സന്ധിവാത രോഗങ്ങളുമായിട്ട് ബന്ധമുണ്ട്. പൊതുവെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരു ചർമ്മരോഗമാണ്. പിന്നെ ഒരു 6 മാസം മുമ്പേ പിന്നെ ബയോപ്സി എടുത്തപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി അത് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ചില സന്ധിവാത രോഗങ്ങളുടെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ കൂടുതലുള്ള പിഗ്മെൻറ്റേഷനും കുറവുള്ള പിഗ്മെൻറ്റേഷനും വരാം. പക്ഷേ അത് പ്രൈമറിലി അതൊരു ചർമ്മരോഗ വിദഗ്ധനാണ് അതിൻ്റെ ഒപ്പീനിയൻ പറയേണ്ടത്. അത് മാത്രമേ ലക്ഷണമുള്ളൂ എങ്കിൽ. എനിക്ക് പിന്നെ സന്ധിവാത രോഗമുണ്ട്. എനിക്ക് ഡിസ്കിന് S1, പിന്നെ S2, S3, S4, S5 അങ്ങനെ 3 പിന്നെ ഈ നട്ടലിന്റെ ഭാഗത്ത് അരക്കെട്ടിനോട് അനുബന്ധിച്ചിട്ടുണ്ട്. പിന്നെ കഴുത്തിൽ അതുപോലെ തന്നെ. പിന്നെ നിങ്ങൾ പറയുന്ന ആ ഒരു ഡിസ്കിൻ്റെ അസുഖം അത് L1, L2, L3, L4 ആയിരിക്കും. അത് പൊതുവേ അതൊരു തേയ്മാനമാണ്. അതുമായിട്ട് പക്ഷേ ഈ പിഗ്മെൻറ്റേഷന് ബന്ധം വരാൻ സാധ്യതയില്ല. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ സഫിയ പോത്തുവെച്ചിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ സഫിയ. ഓക്കെ ഡോക്ടർ. ചോദിച്ചോളൂ. ഹലോ, ഞാൻ സഫിയ പോത്തുവെച്ചിന്നാണ്. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ നിങ്ങൾ. അത് ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഈ നെഗറ്റീവ് ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ചികിത്സ ചെയ്യുന്നതാണ്. ഓക്കെ, പറഞ്ഞാട്ടെ, കേൾക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ 5 കൊല്ലമായിട്ട് അതിന് സ്റ്റീറോയിഡ്സ് ഒക്കെ കഴിച്ചിട്ട് എനിക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞു. പക്ഷെ എത്ര ഇതൊക്കെ കഴിച്ചിട്ട് എനിക്ക് പിന്നെ ഈ അസുഖം അങ്ങോട്ട് മാറി കിട്ടില്ല. എന്തൊക്കെ, എത്ര നാൾ? 5 കൊല്ലമായി നിങ്ങളുടെ അസുഖം തുടങ്ങിയിട്ട്? അതെ അതെ. എന്തായിരുന്നു ലക്ഷണം? എന്തായിരുന്നു ലക്ഷണം? കാലില് ഉപ്പുകുറ്റിയിലാണ് വേദന തുടങ്ങിയത്. പിന്നെ എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. പിന്നെ 2 കാലിലും വേദന വന്നു, 2 ഷോൾഡറിലും വേദന വന്നു. അങ്ങനെ തുടങ്ങിയത്. ആദ്യം കുറച്ച് ദിവസം ഹോമിയോ മരുന്ന് കഴിച്ചു, മാറാതായപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിച്ചപ്പോ ഇത് ആർത്രൈറ്റിസിന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറൊരു ഡോക്ടറിനെ ലേക്ക് ഷോറിൽ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ കാണിച്ചു. പിന്നെ അങ്ങനെ മരുന്ന് തുടങ്ങി. പിന്നെ കുറെ പെയിൻ കില്ലേഴ്സും ഈ സ്റ്റീറോയിഡ്സും ഒക്കെ കഴിച്ചിട്ട് അസുഖമൊക്കെ കുറയുന്നുണ്ട്. പക്ഷെ ഈ സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ പിന്നീട് എനിക്ക് വന്നിരുന്നു. അത് ഡോക്ടറുടെ കറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശപ്രകാരമാണല്ലോ കഴിക്കുന്നത് അല്ലേ മരുന്ന്? അതെ 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 അതെ. എല്ലാ മരുന്നും അതനുസരിച്ച് എല്ലാ മാസം ചെക്കപ്പ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ഈ സ്റ്റീറോയിഡ്സ് കഴിച്ചിട്ട് ഒരു കൊല്ലമായപ്പോഴത്തേക്കും എന്റെ കണ്ണ് ഒരുപാട് മങ്ങി. എന്നിട്ട് സർജറി ചെയ്തു. പിന്നെ പല അസുഖങ്ങളും അങ്ങനെ വന്നിരുന്നു. പല അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് വന്നിരുന്നു. അത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ ആ ടാബ്ലറ്റ്സ്, പെയിൻ കില്ലേഴ്സ് ഒക്കെ ഒരുപാട് കഴിച്ചിട്ട് കിഡ്നിയിൽ സ്റ്റോൺ വന്നു. ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ ലിവറിൽ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ഒരു നമ്മുടെ സാധാരണ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളിൽ സ്റ്റിറോയിഡും പെയിൻ കില്ലേഴ്സും തുടക്കത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ കഴിക്കേണ്ടി വരാറുള്ളൂ. അതിനെ തുടർന്ന് ബാക്കിയുള്ള മരുന്നുകളുടെ അളവ്, ഡിസീസ് മോഡിഫയിങ് ഏജൻസ് എന്ന് പറയും, ആ മരുന്നുകൾ ഉപയോഗിച്ച് അസുഖത്തിനെ ഒന്ന് കൺട്രോൾ ആക്കിയ ശേഷം ഇതിൻ്റെ അളവ് കുറയ്ക്കുകയാണ് പതിവ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് ആ ഡോക്ടർ അത് കണ്ടിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലാതെ കണ്ടു കാണും. അപ്പോൾ ഡോക്ടറെ തന്നെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട്, റുമറ്റോളജി ഡോക്ടറെ ആണല്ലോ കണ്ടതല്ലേ? ഹലോ, ഫോൺ കോൾ കട്ടായി തോന്നുന്നു. ഡോക്ടർ പറഞ്ഞോളൂ. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളിൽ നമ്മൾ
സ്റ്റിറോയിഡും പെയിൻ കില്ലേഴ്സൊക്കെ ഉപയോഗിക്കും. പക്ഷേ അതൊരു തുടക്കത്തിൽ ആ തീവ്രമായ അസുഖത്തെ ഒന്ന് കുറയ്ക്കുവാനായിട്ട് മറ്റു മരുന്നുകൾക്ക് ഉള്ളിൽ ചെന്ന് അതിൻ്റെ പ്രവർത്തനം ചെയ്യുവാനുള്ള സമയം കൊടുക്കുവാനായിട്ട് ഉള്ള ഒരു സമയത്തേക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാറ്. വളരെ ചുരുക്കം രോഗികൾക്ക് മാത്രമേ അത് ലോങ് ടേമിൽ യൂസ് ചെയ്യേണ്ടി വരാറുള്ളൂ. അപ്പോൾ അതിനെ ഡെഫിനറ്റായിട്ടും എന്തെങ്കിലും ഇൻഡിക്കേഷൻ കാണും. അപ്പോൾ അത് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ ഒന്നുകൂടെ കണ്ട് വിശദമായി സംസാരിക്കുന്നതായിരിക്കും അതിന് ഏറ്റവും ഉചിതം. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? നമസ്കാരം മാഡം. നമസ്കാരം. എൻ്റെ പേര് വിനോദാണ്. നമസ്കാരം, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞാൽ. സാർ, എൻ്റെ അമ്മയ്ക്ക് 65 വയസ്സായതാണ്. 65 വയസ്സായ അമ്മയാണ്. അവര് കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഈ സന്ധിവാതം എന്ന് പറയുന്ന ഈ രോഗം മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ പല ഡോക്ടർമാരെയും കാണിച്ചു. അവരെല്ലാം കുറച്ച് മെഡിസിൻസ് തരും. അവരൊക്കെ ഇങ്ങനെ എന്തെല്ലാമോ എഴുതി കളയുന്നു എന്നല്ലാതെ കറക്റ്റ് ആയിട്ട് ഒരു റെമഡി ഇതിന് കിട്ടുന്നില്ല, ഒരു പരിഹാരം ഇതിന് കാണുന്നില്ല സാറേ. എന്ത് തരത്തിലുള്ള സന്ധിവാതമാണ് ആൾക്ക്? എന്താണ് ലക്ഷണങ്ങൾ എന്താണെന്ന് ചെറുതായി ഒന്ന് സൂചിപ്പിക്കാമോ? സാർ, അമ്മയ്ക്ക് ഈ കൈ മറ്റേ നഖങ്ങള്, ഈ എല്ലാ സന്ധികളുണ്ടല്ലോ, വിരലുള്ള സന്ധികള്, മുട്ടുകള്, അതുപോലെ തന്നെ ഇടുപ്പ്, എല്ലാവിടെയും അവർക്ക് ഭയങ്കര വേദന. രാത്രി കാലങ്ങളിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. നീരുണ്ടോ ആൾക്ക്? നീരുണ്ടോ വെച്ചാൽ ചില മറ്റേ കൈവിരലുകളിലെല്ലാം നീരുണ്ട്. ഇത് വിരലുകളുടെ ഷേപ്പിലൊക്കെ പ്രകടമല്ല. എന്താ കേട്ടില്ല? വേറെ എവിടെയും സാർ ഇത് വേറെ എവിടെയും പ്രകടമല്ല. പിന്നെ വേറൊരു വിരലിന്റെ അഗ്രങ്ങളൊക്കെ കുത്തി നോക്കിയാൽ അവിടെ ബ്ലഡ് ഇല്ലാത്ത പോലെ തന്നെ വിളറിയ രൂപത്തിൽ അതെല്ലാം കാണുന്നത്. രാത്രി ഞങ്ങളെല്ലാം ഉറങ്ങുകയാണെങ്കിൽ പോലും അവര് മാത്രം കിടന്ന് കരയോടെ. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിശക്തമായ വേദന ഉണ്ടാവാറുണ്ടോ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്? രാവിലെയും സാർ, രാവിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രാവിലെയാണ്. രാത്രിയിൽ ഇവര് കിടന്ന് കരയുന്നത് കാണാം. 65 വയസ്സായിട്ടുള്ള അമ്മയ്ക്ക്. ഈ ടെസ്റ്റ് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ESR, റൊമറ്റോയിഡ് ഫാക്ടർ ടെസ്റ്റുകളൊക്കെ എന്തെങ്കിലും? സാർ, ESR കുറച്ച് കൂടുതലാണെന്ന് പറയുന്നത്. 35 വരെ ഉണ്ടെന്നോ എന്റെ ഓർമ്മയിലുള്ള കാര്യം സാർ ഞാൻ പറയുന്നു. അധികമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഡോക്ടർ. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അസുഖങ്ങളാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം. രണ്ടാമതായിട്ട് സൊറിയാസിസുമായിട്ട് ബന്ധപ്പെട്ട വാദങ്ങൾ വരാം. പിന്നെ മൂന്നാമതായിട്ട് വരാൻ പറ്റുന്ന പറഞ്ഞാൽ വളരെ ശരീരം ഒന്നിക്കൂടുതൽ ജോയിൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ജനറലൈസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം. അപ്പോൾ ഈ 3 വാദങ്ങളിൽ ഏത് തരത്തിലാണ് എന്നത് ഒരു പേഴ്സണൽ എക്സാമിനേഷനിൽ മാത്രമേ നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്ത് തീർച്ചയായിട്ടും അതെ, നിങ്ങൾ അടുത്തുള്ളൊരു റൊമറ്റോളജിസ്റ്റിനെ പോയി കാണുക. ഇത് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇതിന് ഒരു ഫൈനൽ ഡയഗ്നോസ് തരാൻ സാധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും റൊമറ്റോയിഡ് ആർത്രൈറ്റിസോ സൊറിയാറ്റിക് ആർത്രൈറ്റിസോ ഒക്കെ ആണെങ്കിൽ വളരെ നന്നായി തന്നെ ചികിത്സിക്കാവുന്ന അസുഖങ്ങളുമാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. സന്ധിവാതം പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത്? സന്ധിവാതം പൊതുവേ നമുക്ക് സന്ധിവാതം 2 രീതിയിൽ കണക്കാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ സന്ധികളെ മാത്രം ബാധിക്കുന്ന വാതരോഗങ്ങൾ, സന്ധിവാത രോഗങ്ങൾ. രണ്ടാമത് സന്ധികൾക്ക് പുറമേ നമ്മുടെ ആന്തരിക അവയവങ്ങളെയും മറ്റവയവങ്ങളെയും, ആന്തരിക മാത്രമല്ല, ഇപ്പം മുടി മുതൽ നഖം വരെ ഏതവയവത്തെയും ബാധിക്കാവുന്ന തരത്തിലുള്ള സന്ധിവാതങ്ങളുമുണ്ട്. അപ്പോൾ ഈ സന്ധികളെ മാത്രം ബാധിക്കുന്ന സന്ധിവാതത്തെ നമുക്ക് വീണ്ടും 2ആയിട്ട് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സന്ധികളെ ബാധിക്കുന്നത്, പിന്നെ ഒരു സന്ധിയിൽ മാത്രം വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഓരോരോ ഡയഗ്നോസ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സന്ധികൾക്ക് പുറമേ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന അസുഖമാണ് SLE എന്ന് പറയുന്ന അസുഖമുണ്ട്, സ്ക്ലിറോഡെർമ, ജോഗ്രൻ സിൻഡ്രോം, അങ്ങനെ കുറച്ച് അസുഖങ്ങൾ. ഇപ്പം മുടി കൊഴിച്ചിട്ട് വരാം, തൊലിപ്പുറത്ത് ബുദ്ധിമുട്ട് വരാം, അങ്ങേയറ്റത്ത് വൃക്കകളെയോ അല്ലെങ്കിൽ ശ്വാസകോശത്തെയോ ഒക്കെ ബാധിക്കാം. അപ്പം പൊതുവേ പറയുകയാണെങ്കിൽ സന്ധികളെ മാത്രം ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്, സന്ധികൾക്ക് പുറമെ മറ്റവയവങ്ങളെയും ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. എങ്ങനെയാണ് ലക്ഷണങ്ങളിലൂടെ നമുക്കിവ തിരിച്ചറിയാൻ കഴിയുന്നത്? ഏറ്റവും സാധാരണമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, സന്ധിവാതത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വേദന തന്നെയാണ്. അപ്പോൾ വീണ്ടും സന്ധിവാതത്തെ നമുക്ക് പൊതുവേ 2ആയിട്ട് തന്നെ അങ്ങ് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ തേയ്മാനം മൂലം ഉണ്ടാകുന്ന അമിതമായ ജോയിൻറ്റിൻ്റെ ഉപയോഗം മൂലം ആ ജോയിൻറ്റ് ഫെയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ അതേപോലെ ഇപ്പം അതായത് മുട്ടിലെ കാൽമുട്ടൊക്കെ വരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, തോളിൽ വരുന്ന റൊട്ടേറ്റർ കഫ് ടെൻഡനൈറ്റിസ് എന്നൊക്കെ പറഞ്ഞുള്ള അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ സന്ധികളുടെ അമിതമായ ഉപയോഗം കൂടെ മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ രീതിക്കനുസരിച്ച് ഉപയോഗത്തിന് അതിനേക്കാളും കൂടുതലായി ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് വരുന്നതാണ്. രണ്ടാമതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സന്ധികൾക്ക് വീക്കവും നീർക്കെട്ടും ആയിട്ട് വരുന്ന
ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ആദ്യത്തെ തന്നെ നമ്മൾ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയും, രണ്ടാമത്തേത് നമ്മൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസിൻ്റെ ഏറ്റവും ടിപ്പിക്കലായിട്ട് ലക്ഷണം എന്ന് പറഞ്ഞാൽ യൂസ് റിലേറ്റഡ് ജോയിൻറ്റ് പെയിൻ. നമ്മൾ ഏത് സന്ധിയിലാണോ അസുഖം വന്നിരിക്കുന്നത് ആ സന്ധി അമിതമായി യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ജോയിൻറ്റ് പെയിൻ കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് സാധാരണ ഒരു സന്ധി അല്ലെങ്കിൽ 1, 2, 3 സന്ധികളിൽ മാത്രമേ ബാധിക്കാറുള്ളൂ. പക്ഷേ ഈ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് ഒന്നിൽ കൂടുതൽ സന്ധികളെ ബാധിക്കാറുണ്ട്. അതിനകത്ത് യൂസ് റിലേറ്റഡ് അല്ല, പലപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്കും ജോയിൻ്റ് ആ പെയിൻ കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്ത് അതിരാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ശക്തമായ വേദന, നീർക്കെട്ട്, അതൊക്കെയാണ് കൂടുതലായിട്ട് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡീജനറേറ്റീവ് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ആർത്രൈറ്റിസ് ഉണ്ട്, രണ്ടാമത് രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ട്. അപ്പോൾ രണ്ടിനെയും ആ രോഗിയുടെ ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് തിരിച്ചറിയാം. പിന്നെ നമ്മുടെ അങ്ങോട്ട് പോകുമ്പോൾ എക്സ്റേ, ബ്ലഡ് ടെസ്റ്റുകൾ തുടങ്ങിയൊക്കെ ഇതിനെ തിരിച്ചറിയാനും അതിൻ്റെ എക്സാക്റ്റായിട്ട് ഏതാണ് വാതരോഗം എന്ന് അറിയാനും ഒക്കെ സഹായിക്കാറുണ്ട്. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ലൈവ് വീണ്ടും തുടരും. ഡോക്ടർ ലൈവ് തുടരുന്നു. സന്ധിവാത രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ശങ്കരൻ കുമ്പളച്ചോല. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. എന്റെ കാലിന്റെ പിൻഭാഗത്ത് ഉപ്പുറ്റിയുടെ മേലെ ശങ്കരൻ കുമ്പളച്ചോല. പറഞ്ഞാട്ടെ, നിങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ട്, പറഞ്ഞാട്ടെ. കാലിന്റെ പിൻഭാഗത്ത് ഒരു നീർക്കെട്ട് വന്നിട്ട് തടിച്ചാണ് ആദ്യം. അതൊരു എനിക്കിപ്പം വയസ്സ് 60 ആയി. ഒരു 10-15 കൊല്ലമായി അത് തുടങ്ങിയിട്ട്. അപ്പോ പിന്നെ നടന്ന് ഇത് തടിച്ചാൽ പിന്നെ നടക്കാൻ പറ്റില്ല. അപ്പോ ഇങ്ങനെ കുറച്ച് ആര്യവൈദ്യന്റെ ചികിത്സയൊക്കെ ചെയ്ത് അതുകൊണ്ടൊന്നും ഗുണമില്ല. എന്നിട്ടിപ്പോ പിന്നെ കോഴിക്കോട് ഒരു ഡോക്ടറെ എടുത്താണ്. അപ്പൊ അതിപ്പോ ചികിത്സ തുടങ്ങിയിട്ട് 8 കൊല്ലായി. സൈക്കോളജി എന്ന് പറഞ്ഞൊരു ഗുളികയാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അപ്പോ എന്നിട്ടും ഇപ്പൊ ഒരാഴ്ച ഗുളിക നിർത്തുന്ന അവസരത്തിൽ ഈ പിൻഭാഗത്ത് തടിപ്പ് വന്നിട്ട് നടന്നുകൂടാത്തൊരു സ്ഥിതിയാവും. ഈ കാലിന്റെ പിൻഭാഗത്തുള്ള തടിപ്പല്ലാതെ വേറെ നടുവേദനയോ തോളുവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, കാലിന്റെ പിൻഭാഗത്തുള്ള തടിപ്പല്ലാതെ നമ്മുടെ നടുവേദനയോ തോളുവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചിട്ട് 2-3 അക്കിലസ് ടെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് തേയ്മാനം കൊണ്ട് വരാം, പിന്നെ ഗൗട്ട് പോലുള്ള ചില അസുഖങ്ങളിൽ വരാം, പിന്നെ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞുള്ള ചില സന്ധിവാത രോഗങ്ങളുണ്ട്. അപ്പോൾ അതിലേതാണ് എന്നതനുസരിച്ചാണ് അതിൻ്റെ ചികിത്സ പോകുന്നത്. അപ്പോൾ അത് കാണിക്കുന്ന ഡോക്ടറെ തന്നെ ആളൊന്ന് കാണിച്ചിട്ട് അതിൻ്റെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഇത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സുകുമാരനാണ് സംസാരിക്കുന്നത്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഓക്കെ, ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ നമസ്കാരം. ഞാൻ ഒരു 7 വർഷത്തിന് മുമ്പ് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. 2-3-4 വർഷത്തിന് മുമ്പേ എനിക്ക് വലത് കാലിന്റെ വിരലിന് നീരും വന്നിട്ട് നടക്കാൻ വയ്യാത്ത പരുവത്തിലായി. അപ്പൊ അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യപ്പോ യൂറിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞു. യൂറിക് ആസിഡ് അതനുസരിച്ച് സയലോറിക്ക് കുറച്ചതും കഴിക്കാൻ പറഞ്ഞു. കഴിച്ചു. അപ്പൊ ഇങ്ങനെ അപ്പോഴപ്പോഴും അങ്ങനെ വന്ന് മരുന്ന് കഴിക്കും, മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ 2 ആഴ്ചക്ക് മുമ്പ് വീണ്ടും ഇടത് കാലിൽ ഇതുപോലെ വേദന വന്നു. അപ്പൊ ഡോക്ടർ ഒരാഴ്ച സയലോറിക്കും സെറഡോളും കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അത് മാറി വലത്ത് കാലിന്റെ അകത്തെ കണ്ണില് ഒരാഴ്ചയായിട്ട് വേദന ഉണ്ട്. അപ്പൊ ഡോക്ടർ ഞാൻ വീണ്ടും സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് 2 ദിവസത്തേക്കുള്ള സെറഡോളും കഴിച്ച് സൈഡോറിക് കഴിക്കാൻ പറഞ്ഞു. ഇത് കഴിച്ച് നിർത്തുമ്പോ വീണ്ടും വേദന വരും. അതിപ്പോ വേദന വെച്ചാൽ വേദന വലത്തെ കാലിന്റെ അകത്തെ കണ്ണിനകത്താണ് വേദന. ഇപ്പോഴും വേദന എടുത്തോണ്ടിരിക്കുക. വിരലുകൊണ്ട് കുത്തുമ്പോ നല്ല വേദനയും തെരിപ്പുണ്ട്, എടുക്കുമ്പോ ഇല്ല. നമുക്ക് സാധാരണ ഗതിയിൽ ഒരു തവണ വേദന വന്നാൽ എത്ര ദിവസം നിൽക്കും? വേദനയായിട്ട് ഗുളിക കഴിക്കുമ്പോ വേദന മാറും. അടിക്കടി മാറി വരുന്നുണ്ട് അല്ലേ? മാറി വരുന്നുണ്ട്. അപ്പൊ ഇത് ആർത്രൈറ്റിസ് ആണോ യൂറിക് ആസിഡ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചത്. നമ്മുടെ ലക്ഷണങ്ങൾ ഗൗട്ടിന്റെ തന്നെയാണ്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് കൂടുന്ന ഒരു അവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഗൗട്ട് എന്ന കണ്ടീഷനാണ്.
അപ്പോൾ അതിനകത്ത് എത്രയാണ് നമ്മുടെ യൂറിക് ആസിഡ് ലെവൽ എത്രയാണ് വരുന്നത് സാധാരണ? 2 ആഴ്ചയ്ക്ക് മുമ്പ് നോക്കുമ്പോൾ 8.2 ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഡയബറ്റീസ് വല്ലതും ഉണ്ടോ? ഡയബറ്റീസ് എൻ്റെ ഈ അറ്റാക്കിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു 2 വർഷം മരുന്ന് കഴിച്ചിട്ട് രണ്ടാമത് ഞാൻ വീണ്ടും ഇപ്പം ഡയറ്റിൽ പോവുക. ഈ പ്രഷർ, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ പ്രഷറിന് വേണ്ടി ക്ലോപ്പിലേറ്റ് 75 കഴിക്കുന്നുണ്ട്. കഴിക്കണം, ലാസിക്സ് കഴിക്കുന്നുണ്ട്. ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ് അല്ലേ? ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് 8 വർഷമായി. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം വെച്ചിട്ട് ഈ ഗൗട്ട് എന്ന അസുഖം തന്നെയാണ്. എന്താണ് സാർ ഗൗട്ട് എന്ന് വെച്ചാൽ? ഗൗട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടിയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. ആയിക്കോട്ടെ. അപ്പോൾ അത് സാധാരണഗതിയിൽ നമ്മുടെ ഈ പറയുന്ന ഡയബറ്റീസ്, ഹാർട്ടിൻ്റെ അസുഖം, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഇതിന്റെ കൂടെ വരുന്ന ഒരു സുഹൃത്തുക്കൾ എന്ന് തന്നെ പറയാം. നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് വേണ്ട ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അടിക്കടി ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് തുടർച്ചയായിട്ട് കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സൈലോറിക് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. അത് ഓരോ തവണയും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് യൂറിക് ആസിഡിന്റെ ലെവൽ ചെക്ക് ചെയ്തിട്ട് വേണം അതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. അതൊന്ന് അതെ. അപ്പോൾ അതിന്റെ ലെവൽ ഓരോ യൂറിക് ആസിഡ് ഒരു നോർമൽ ലെവലിൽ എത്തുന്ന വരെ ഒരു 4 ആഴ്ചയിൽ ഒരിക്കൽ ചെക്ക് ചെയ്ത് സൈലോറിക്കിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കിഡ്നിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? കിഡ്നിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അവസാനം നോക്കുമ്പോൾ 1.6 ഉണ്ടായിരുന്നു. 1.6. അപ്പോൾ ഒന്ന് സൈലോറിക്ക് ഒരു 4 ആഴ്ചയും നോക്കിയിട്ട് അതിന്റെ യൂറിക് ആസിഡ് ലെവൽ നോർമൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ഡയറ്റിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. പ്രധാനമായിട്ടും നമുക്ക് ഈ മാംസ ആഹാരം ഒഴിവാക്കേണ്ടി വരും. ധാരാളം വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ ഈ പറയുന്ന പോലെ പെപ്സി അങ്ങനെയുള്ള ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോവും. നിങ്ങൾ യൂറിക് ആസിഡ് പ്രോപ്പറായിട്ട് നോക്കി അതിൻ്റെ ഡോസ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണിത്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ കാൽമുട്ട് തേയ്മാനം സാധാരണ അത് പ്രായമായിട്ടുള്ളവരിലായിരുന്നു ധാരാളമായിട്ട് കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ അത് ചെറുപ്പക്കാരിലും വളരെയധികം കണ്ടുവരുന്നുണ്ട്. എന്താണ് അത്ര ഒരു മാറ്റത്തിന് കാരണം? ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രധാന നേരത്തെ പറഞ്ഞ പോലെ തേയ്മാനമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ്. ഇപ്പം നമ്മുടെ വണ്ണം കൂടിയ ആളുകൾ, സ്ത്രീകളായാലും പുരുഷന്മാരും വണ്ണം കൂടിയ ആളുകൾ കൂടുകയാണ്. അപ്പോൾ ആ വണ്ണം നമ്മുടെ മുട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിപ്പ് അങ്ങനെയുള്ള സന്ധികളാണ് എടുക്കുന്നത്. അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിട്ട് അത് മാറുന്നത്. രണ്ടാമതായിട്ട് ജനിതകമായ കാരണങ്ങളുമുണ്ട്. ഇപ്പം കുടുംബത്തിൽ ആർക്കെങ്കിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ കുടുംബത്തിൽ മറ്റൊരാൾക്ക് ഇത് വരുവാനുള്ള സാധ്യത സാധാരണക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി ഏതാണ്? ഇപ്പം ഒത്തിരി ഷട്ടിൽ കളിക്കുന്നവർക്ക് അവർക്ക് പ്രത്യേകിച്ച് അവർ നീ പ്രോപ്പറായിട്ട് വാമപ്പ് ഇല്ലാതെ നീക്ക് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാതെ ഇത് ചെയ്യുകയാണെങ്കിൽ അതൊരു കാരണമാണ്. അപ്പം ഒരു അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ജീവിതശൈലി, പിന്നെ ജനിതകമായ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കൂടുതലായിട്ട് കാണുവാനുള്ള കാരണങ്ങൾ. ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഒരു ചെറിയ ഇടവേള കൂടി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ലൈവ് വീണ്ടും തുടരും. ഡോക്ടർ ലൈവ് തുടരുന്നു. സന്ധിവാത രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, സാധാരണയായിട്ട് വിഷാദം, മാനസിക സമ്മർദ്ദം ഇവയൊക്കെ ഈ ആർത്രൈറ്റിസുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് പറയാറുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? നല്ലൊരു എക്സ്റ്റെൻറ്റ് വരെ അതിനൊരു അസോസിയേഷൻ ഉണ്ടെന്ന് തന്നെ പറയാം. ഒന്ന്, ഇപ്പോൾ തേയ്മാനം നേരത്തെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ തേയ്മാനത്തിനൊരു കാരണം വണ്ണം കൂടുതലാണ്. അപ്പോൾ കൂടുതലായിട്ട് ഒരു ഡിപ്രസ്ഡ് ആയിട്ടൊരാൾ അമിതമായ ഭക്ഷണം കഴിക്കുകയും അയാൾക്ക് വണ്ണക്കുള്ളുണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത് ഒരു വശത്തുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ഈ വേദനയ്ക്ക് എപ്പോഴും ഒരു മാനസികമായ ഒരു കമ്പണൻറ്റും കൂടെയുണ്ട്, ഇമോഷണൽ കമ്പണൻറ്റും കൂടെയുണ്ട്. അപ്പം കൂടുതലായി നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു വേദനയുടെ തീവ്രത സാധാരണ ഒരു നിലയിലിരിക്കുന്ന ഒരാൾക്കുണ്ടാകുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതും നമ്മുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളുടെ തീവ്രതയെ കൂട്ടുന്നതിന് ഈ മനസ്സിൻ്റെ ആ നിലവാരം അതിന് ഒരു ഘടകമാണ്. മൂന്നാമതായിട്ട് ഇപ്പോൾ ഉള്ള നേരത്തെ പറഞ്ഞ ഒരു രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിനകത്ത് വളരെയധികം പഠനങ്ങൾ നടന്നിട്ട് അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രെസ്സ് ഒരു മേജർ പ്രസിപ്പിറ്റൻ്റ് ആണ്. അതായത് സ്ട്രെസ്സ് കൂടുതലുള്ളവർക്ക് ഈ സന്ധിവാതം പ്രത്യേകിച്ചും സന്ധിവാതം ഉള്ള രോഗികൾ സ്ട്രെസ്സ് കൂടുതലാകുമ്പോഴത്തേക്കും അവർക്ക്
ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ സന്ധിവാതമായിട്ട് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഈ പ്രത്യേകിച്ച് ഈ മറ്റേ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അത് രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അതിന് ഈ ഹോർമോണൽ ഘടകങ്ങൾ ഒരു പ്രധാന ഒരു ഫാക്ടറാണ്. ഹോർമോണിലും പിന്നെ സ്ത്രീകളിൽ കാണുന്ന എക്സ് ക്രോമസോം ഒരു ഇൻഫ്ലുവൻസും ഉണ്ട്. അതായത് എക്സ് ക്രോമസോം ഒരു അഡീഷണൽ എക്സ് ക്രോമസോം സ്ത്രീകളിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഹോർമോണൽ ഇൻഫ്ലുവൻസ്, ഇത് രണ്ടും കാരണം ഈ രോഗപ്രതിരോധ ശേഷിയിലുള്ള ആ വ്യതിയാനങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതൽ സ്ത്രീകൾക്കായിട്ടുണ്ട്. അപ്പോൾ അതും ഒരു കാരണമാണ്. പിന്നെ തേയ്മാനം സംബന്ധിച്ച രോഗങ്ങൾ പലരും പ്രത്യേകിച്ചും വണ്ണക്കൂടുതലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമെങ്കിലും പുറമേയുള്ള വ്യായാമവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതും ഈ തേയ്മാന നിമിത്തമുള്ള സന്ധിവാത രോഗങ്ങൾക്കൊരു കാരണമാണ്. ഇതിൻ്റെ ചികിത്സാ രീതി എങ്ങനെയാണ്? എല്ലാത്തിനും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ രോഗപ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ട് തേയ്മാനമായി രണ്ട് വ്യത്യസ്ത പാരലൽ റോഡ്സിൽ സഞ്ചരിക്കുന്ന ടൈപ്സാണ് ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഈ തേയ്മാനം മൂലമുള്ള സന്ധിവാത രോഗങ്ങളിൽ പൊതുവേ നമ്മൾ തേയ്മാനം വന്ന ജോയിൻറ്റിൻ്റെ യൂസ് കുറച്ചുകൂടെ പ്രോപ്പറാക്കുവാനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, പിന്നെ എക്സസൈസ്, പിന്നെ അതിൻ്റെ കൂടെ വളരെ പരിമിതമായ നിയന്ത്രിതമായ അളവിലുള്ള പെയിൻ കില്ലേഴ്സ്, ഫിസിയോതെറാപ്പി, ഇതെല്ലാമാണ് അതിനകത്തെ ചികിത്സാ ഘടകം. ഈ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE, സൊറിയാറ്റിക് ആർത്രൈറ്റിസ്, ആമവാദം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആർത്രൈറ്റിസുകൾക്ക് പൊതുവേ അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകളാണ്. ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റൊമാറ്റിക് ഏജൻറ്റ്സ്, DMARDs. ആ മരുന്നുകളാണ് ഇതിൻ്റെ പ്രധാനമായ ഇതിൻ്റെ പില്ലേഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. മെത്തോട്രെക്സേറ്റ്, ലെഫ്ലൂണമൈഡ്, പിന്നെ പരിമിതമായ അളവിൽ സ്റ്റിറോയിഡ്, പ്രത്യേകിച്ചും ചെറിയൊരു ഡ്യൂറേഷനൊക്കെയാണെങ്കിൽ സ്റ്റിറോയിഡ്, പെയിൻ കില്ലേഴ്സൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നൊരു രോഗാവസ്ഥയാണോ ഇത്? വളരെ ചുരുക്കം സന്ധിവാത രോഗങ്ങളെ 100% പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ആർത്രൈറ്റിസ്, ഇപ്പോൾ ചിക്കൻ ഗുനിയ റിലേറ്റഡ് ആയിട്ടുള്ള ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ TB സന്ധികളെ ബാധിച്ചിട്ടുണ്ടാകുന്ന ആർത്രൈറ്റിസ്, അപ്പോൾ ഇങ്ങനെയുള്ളത് അതിൻ്റേതായുള്ള ചികിത്സ എടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറാം. പക്ഷേ പൊതുവേ സന്ധിവാത രോഗങ്ങളിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറഞ്ഞാൽ അസുഖത്തെ വളരെ വൃത്തിയായ എമിനൻ്റ്ലി കൺട്രോളബിൾ, അതായത് വളരെ വൃത്തിയായ രീതിയിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിനുള്ളിലുണ്ടെങ്കിലും അത് നമ്മുടെ ഡേ ടു ഡേ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യാതെ നമ്മൾ നിയർ നോർമൽ ലൈഫ് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ ഈ ഡയബറ്റീസിൽ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന പോലെ ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. കൺട്രോളാണ് പൊതുവേ സന്ധിവാത രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റിലെ ഒരു പ്രിൻസിപ്പിൾ. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. സന്ധിവാത രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത്. തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ റുമറ്റോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ വിഷാദ് വിശ്വനാഥാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം.